ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ 17-ാം ദിനം. ഇന്ന് സഭയിൽ ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ. ഈശോയുടെ ജീവിതത്തിൽ ഈശോയെ ഏറ്റവും കൂടുതൽ സ്വാധീനപ്പെടുത്തിയതൊരു പക്ഷേ ഔസേപ്പിതാവിൻ്റെ ജീവിതമായിരിക്കും. ബൈബിൾ അദ്ദേഹത്തെ വിളിക്കുക നീതിമാൻ എന്നാണ്. സ്വപ്നങ്ങളിലൂടെയാണ് ഔസേപ്പിതാവിന് ദൈവത്തിന് ദർശനമുണ്ടാവുക. അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുക. മറിയത്തെ സ്വീകരിക്കുന്ന കാര്യത്തിലും ഈശോയെ സംരക്ഷിക്കുവാനായിട്ട് ഈജിപ്തിലേക്ക് പോകുന്നതിലും ഒക്കെ ദൈവം അദ്ദേഹത്തിന് സ്വപ്നങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ അടുത്ത് വളരെ പ്രസിദ്ധമായ ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപത്തിലൊക്കെ പിന്നിൽ ഈ ചിന്തകളാണ്. ദൈവാനുഭവം നിറഞ്ഞ ഔസേപ്പിതാവിൻ്റെ സ്വപ്നങ്ങൾ. ഈശോയെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ തിരുകുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മെ സംരക്ഷിക്കുന്ന നല്ല പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പഠിക്കാനുണ്ട്. ദൈവം പറഞ്ഞതിലപ്പുറത്ത് ഔസേപ്പിതാവിന് വേറൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. ദൈവം എന്താണ് പറയുന്നത് അതനുസരിച്ച് മാത്രമേ ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നുള്ളൂ. ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റുവാനായിട്ട് ഓരോ ദിവസവും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.